ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിലെ അതുപോലെ കേരളത്തിലെയും ക്രിസ്ത്യാനികളും മുസൽമാന്മാരും പഴ്സികളും യഹൂദരുമല്ലാത്ത മറ്റുള്ളവരെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ക്രിസ്ത്യാനിയും മുസൽമാനും യഹൂദനും പഴ്സിയും സിഖുകാരനുമല്ലാത്ത മറ്റാൾക്കാരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അവരെ മുഴുവൻ വിളിക്കേണ്ടത് ജാതി പേരിട്ടായിരുന്നു. പണ്ട് അങ്ങനെയാണ് വിളിച്ചിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല വിളിക്കേണ്ടത്, മറ്റൊരു പേരിട്ട് വിളിക്കണം, ഹിന്ദു എന്ന് വിളിക്കണം എന്ന് നമ്മോട് നിഷ്കർഷിച്ചത് ബ്രിട്ടീഷ് ഭരണകർത്താക്കളാണ്. രണ്ട് പ്രധാനപ്പെട്ട ഭരണ നടപടികളിലൂടെയാണ് അവർ സാധിച്ചെടുത്തത്. ഒന്ന്, 1881 മുതൽ ഇന്ത്യയിൽ തുടങ്ങിയ സെൻസസ് കണക്കെടുപ്പ്, ജനസംഖ്യാ കണക്കെടുപ്പ്. ആ ജനസംഖ്യാ കണക്കെടുപ്പിനുമായി ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വരുമ്പോൾ അവരെ കൈവശമുള്ള ഒരു അപേക്ഷാ ഫോറമുണ്ട്, ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം രേഖപ്പെടുത്തുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കോളം എഴുതി ചേർത്തു മതം എന്നത്. പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുട്ടികളുടെ എണ്ണം, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, കൂട്ടത്തിൽ ജാതി, മതം എന്നൊരു കോളം കൂടെ ചേർത്തു. ക്രൈസ്തവരാണെങ്കിൽ ക്രിസ്ത്യാനി എന്നെഴുതും, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം എന്നെഴുതും, ബാക്കിയുള്ളവരെന്തെഴുതും? എന്തെഴുതണമെന്നുള്ള സംശയം അവർക്കറിയില്ല. നിരക്ഷരരാണ് ബഹുഭൂരിപക്ഷം പേരും. ആ നിരക്ഷരായ ബഹുഭൂരിപക്ഷം സംശയത്തോടു കൂടി നിന്ന നിരക്ഷരായ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളവിടെ ഹിന്ദു എന്നെഴുതൂ. അങ്ങനെയാണ് ഈ ഹിന്ദു ജനിക്കുന്നത്. ഒന്ന്. രണ്ട്, പള്ളിക്കൂടത്തിൽ പോയപ്പോൾ പള്ളിക്കൂടത്തിൽ ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ട്, അവിടെ ഒരു അപേക്ഷാ ഫോറം കൊടുക്കണം. ആ അപേക്ഷാ ഫോറത്തിൽ മതം എന്നൊരു കോളം ചേർത്തു. അപ്പോൾ ക്രിസ്ത്യാനിയും മുസൽമാനും പാഴ്സിയും യഹൂദനും അല്ലാത്തവരെന്തെഴുതൂ? ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അല്ലെങ്കിൽ അപേക്ഷ പൂരിപ്പിച്ച സാറ് പറഞ്ഞു, അവിടെ ഹിന്ദു എന്നെഴുതൂ. അങ്ങനെ ഹിന്ദുവായി. അങ്ങനെയാണ് ഹിന്ദു എന്ന പദപ്രയോഗം സർക്കാർ രേഖകളിൽ, സർവീസ് രേഖകളിൽ പ്രധാനപ്പെട്ട് വരുന്നത്. അത് നിയമപരമായ ഒരു പ്രയോഗമായി തീരുന്നതും വാസ്തവത്തിൽ ഇത് ഭാഷാപരമായ ഒരു ഉച്ചാരണ ഭേദത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. നമുക്കറിയാലോ, ഇവിടെ തമിഴറിയുന്ന കുറേ പേരെങ്കിലും കാണും. കാരണം തൊട്ടടുത്തൊക്കെ കുറേ തമിഴ്നാടായിട്ട് ബന്ധമുള്ളവരെ കാണുമല്ലോ. തമിഴും മലയാളവും തമ്മിൽ അക്ഷര വ്യത്യാസമുണ്ട്, ഉച്ചാരണ വ്യത്യാസമുണ്ട്. ആ ഉച്ചാരണ വ്യത്യാസമാണ് വാസ്തവത്തിൽ ഹിന്ദു എന്ന പദവും ഉണ്ടാകാൻ കാരണം. അതിപ്രാചീന കാലത്ത് പേർഷ്യക്കാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടെ കണ്ടൊരു നദി ഏതാണ് എന്ന് അവിടത്തുകാരോട് ചോദിച്ചപ്പോൾ അവരത് സിന്ധു നദി എന്ന് പറഞ്ഞു. പക്ഷേ പേർഷ്യക്കാരൻ്റെ ഭാഷയിൽ, പേർഷ്യൻ ഭാഷയിൽ, പ്രാചീന പേർഷ്യൻ ഭാഷയിൽ സകാരമില്ല. അവരതുകൊണ്ട് ഹകാരം ഉപയോഗിച്ചു ഹിന്ദു എന്ന് വിളിച്ചു. അങ്ങനെ ഒരു ഹിന്ദു നദി ഉണ്ടായി. പേർഷ്യക്കാർ തിരിച്ചുപോയി. പിന്നീട് ഗ്രീക്കുകാർ വന്നു. അപ്പോൾ ഗ്രീക്കുകാരുടെ ഭാഷയിൽ ഹകാരമില്ല, ഇകാരമേ ഉള്ളൂ. അവൻ ഹിന്ദുവിനെ ഇന്ദു എന്ന് വിളിച്ചു. ആ ഇന്ദു എന്നാണ് ഇന്ത്യ ഉണ്ടായത്. പിന്നെ ഇന്ത്യ എന്നുള്ള പേര് വരുന്നത് വിദേശികളൊക്കെ ഇന്ത്യ നമ്മളെ വിളിച്ചിരുന്നത് ഇന്ത്യക്കാരെന്നാണ്. ഇന്ത്യയുമായിട്ട് പ്രാചീന കാലത്ത് ബന്ധം പുലർത്തുന്ന ചൈനക്കാർ, അവരുടെ ഭാഷയിൽ അവർ ഓരോ വാക്കും ഒരക്ഷരം ഒരു വാക്കാണ്, മോണോസിലബിക് എന്ന് പറയും. അവർ ഇൻ തു എന്ന് പറഞ്ഞു, രണ്ട് വാക്ക്, ഇൻ തു. അങ്ങനെ ഇന്ദു ഉണ്ടായി, ഹിന്ദു ഉണ്ടായി, ഇന്ദു ഉണ്ടായി, ഇന്ത്യ ഉണ്ടായി. അതി പ്രാചീന കാലത്ത് ഭാഷാപരമായ ഒരു ഉച്ചാരണ ഭേദത്തോടു കൂടി വന്നതാണ്. ആ ഉച്ചാരണ ഭേദത്തോടു കൂടി വന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചരിത്രം എഴുതി ഉണ്ടാക്കിയവർ ഇവിടെ ഹിന്ദു എന്നൊരു മതമുണ്ട് എന്നും ഹിന്ദു ജനതയുണ്ട് എന്നും ഇസ്ലാം മതം പോലെയും ക്രിസ്തു മതം പോലെയും അങ്ങനത്തെ ഒരു ആചാരാനുഷ്ഠാനങ്ങളുള്ളൊരു സംവിധാനമുണ്ട് എന്ന് പറയുകയും എഴുതുകയും പാഠപുസ്തകത്തിലൂടെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഉത്തരാർത്ഥത്തിൽ സർവകലാശാലകൾ വരുമ്പോൾ ആ സർവകലാശാലകളെ പഠിച്ചിറങ്ങി വന്ന ബിരുദധാരികൾ പിന്നീട് അധ്യാപകരായി സ്കൂളുകളിലെത്തിയപ്പോൾ, ഉദ്യോഗസ്ഥ തലത്തിലെത്തിയപ്പോൾ അവരെല്ലാം ഹിന്ദു മതം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മതങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ മതസംവിധാനമല്ല. ഇവിടെ ദേവന്മാർ ഒരുപാടുണ്ട്. പഴയ കാലത്ത് ആനുഷംഗമായിട്ട് പറയുന്നതാണ് 30 മുക്കോടി ദേവകൾ. അങ്ങനെ 33 കോടി ദേവകളുണ്ട്. പട്ടിയെയും പൂച്ചയെയും പശുവിനെയും മരത്തെയും കല്ലിനെയും ഒക്കെ നമുക്ക് ആരാധിക്കാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. മനുഷ്യൻ ഭക്ഷിക്കുന്ന തന്നെയാണ് ദേവന്മാർക്കും കൊടുത്തിരുന്നത്. മനുഷ്യൻ മത്സ്യവും മാംസവും മദ്യവും കഴിച്ചിരുന്നു എങ്കിൽ അത് തന്നെ ദേവനും കൊടുക്കുന്നു. അല്ലെങ്കിൽ അവർ വിശ്വാസികൾ സസ്യാഹാരികളാണെങ്കിൽ സസ്യാഹാരം മാത്രമേ കൊടുക്കുകയുള്ളൂ. നിങ്ങളിവിടെ ഈ കാട്ടാക്കടയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഇവിടെ തന്നെയുള്ള ധാരാളം, എൻ്റെ ഓർമ്മയിലുള്ള കാര്യം, ഒരു 70 കൊല്ലം മുമ്പ്, 50-60 കൊല്ലം മുമ്പ് വരെ എൻ്റെ ഗ്രാമത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം ഉത്സവം നടക്കുന്ന ചില മാടൻ തറയും ഭൂതൻ തറയും ഉണ്ടായിരുന്നു. ഒരു കാഞ്ഞിരക്കുറ്റി, ഒരു കാഞ്ഞിര മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെറും പാറ എടുത്ത് ആഞ്ഞിലിയുടെ മുട്ടിൽ പാറ വെച്ചിട്ടുണ്ട്. വർഷത്തിൽ അവിടെ ഒരു പൂജ നടക്കും. ആ പൂജ നടക്കുന്ന പ്രധാനമായിട്ടും ചാരായം കുടിയാണ്. കോഴിയെ കൊല്ലുന്ന കൂട്ടാൻ വെച്ച് കൂട്ടാനാണ്. അയ്യപ്പ പണിക്കർ ചോദിച്ച പശുവിനെ മോഷിച്ചതോ? അത് പാല് കുടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ
നമുക്കതെന്തിനാ അത് കഴിക്കുന്നത്? കാരണം ജനങ്ങൾ കഴിക്കുന്ന ഏതാണ്? ചാരായം കുടിക്കുമായിരുന്നു, കള്ളു കുടിക്കുമായിരുന്നു, കോഴിയെയും ആടിനെയും കൊന്ന് കൂട്ടാൻ വെച്ച് അന്ന് എല്ലാ ദിവസവും ഞാൻ ചിക്കൻ ഫ്രൈ ഒന്നുമില്ല. ചിക്കൻ 65 നമ്മുടെ ബ്രോയിലറൊക്കെ വരുന്നതിന് മുമ്പാണ്. ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലേക്ക് 1-2 ദിവസം ഇറച്ചി കാണുകയുള്ളൂ. ബാക്കിയൊക്കെ സസ്യാഹാരമാണ്. ചുട്ട ചക്കക്കുരു കൂടിയായിരിക്കും നമ്മൾ തിന്നുന്നത്, അല്ലെങ്കിൽ ചമ്മന്തി അരച്ചായിരിക്കും, അല്ലെങ്കിൽ കാന്താരി മുളക് കടിച്ചായിരിക്കും പഴങ്കഞ്ഞി കുടിക്കുന്നത്. അതൊന്നും അന്നത്തെ കാലം. അങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ വിശ്വാസവും ആചാരവും ഒക്കെ ഇഷ്ടദേവനെ പൂജിക്കാനുണ്ടായി, ഇഷ്ടദേവനെ ആരാധിക്കാൻ കഴിഞ്ഞു. അവർ തന്നെ ഊരുമൂപ്പൻ തന്നെയാണ് പൂജാരിയായിട്ട് വന്നത്. ആ ഊരുമൂപ്പന്മാരെയെല്ലാം മാറ്റി അവരുടെ സ്ഥാനത്ത് പുതിയ ദേവാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടത് കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനിപ്പുറമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും 59 വിമോചന സമരത്തിന് ശേഷമാണ് ദേവാലയങ്ങൾ പഴയ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്, ഭൂമികളുണ്ട്. അതായത് എന്താ പറയുന്നത്, ദേവസ്വം എന്ന് പറഞ്ഞ ഭൂമിയുള്ളവർ, സമ്പത്തുള്ളവർ, അതൊരു പഴയ നമ്മുടെ കൃഷ്ണസ്വാമി ക്ഷേത്രം, അല്ലെങ്കിൽ മുരുകൻ കോവിലുകൾ, ശാസ്താംകോവിലുകൾ, ശിവക്ഷേത്രങ്ങൾ, കൃഷ്ണക്ഷേത്രങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ട് പണ്ട് ഭൂമി ഉണ്ടായിരുന്നവരാണ്. അവിടെ പൂജാരിമാരുണ്ട്, ബ്രാഹ്മണ പൂജാരിമാർ തന്നെയാണ്. ക്ഷേത്രം കമ്മിറ്റിയുണ്ട്, കഴകമുണ്ട്. കഴകത്തിൽ ഇന്ന ജാതിക്കാർക്ക് മാത്രമേ ചന്ദനം വരയ്ക്കാനും മാല കെട്ടാനും പാത്രം കഴുകാനും തൂത്തുവാരാനും വൃത്തിയാക്കാനും ഒക്കെ കഴിയൂ. അതാണ് കഴകം ജോലി എന്ന് പറയുന്നത്. അമ്പലത്തിൽ പ്രവേശനമുള്ള ജാതിക്കാർക്ക് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അതൊരു നിയമമായിരുന്നു, സാമൂഹ്യമായ നിയമം, ജനം അംഗീകരിച്ച നിയമം. അതുകൊണ്ട് ആരും അതിക്രമിച്ച് കടക്കുമായിരുന്നില്ല. സ്വന്തം ജാതിക്കാർക്ക് ഇഷ്ടപ്പെട്ട ദേവനെ ആരാധിക്കുക. ഒരു ജാതിക്ക് തന്നെ പല ദേവന്മാരുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടറിയുടെ ചുറ്റുമായിട്ട് എത്ര ദേവന്മാരുണ്ടോ നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഒരുപാട് പേര് കാവലാളായിട്ടുണ്ട്. 4 ദിക്കിലും 4 ദേവന്മാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഒരുപാട് ദേവന്മാരുണ്ട്. ഈ സമീപകാലത്തായി നമ്മുടെ മോഡൽ സ്കൂൾ ജംഗ്ഷൻ, തമ്പാൻ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് തമ്പാനിലേക്ക് പോകുമ്പോൾ പിന്നെ മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ വലതുവശത്തായിട്ട് ആൽമരം വളർന്നു വരുന്നുണ്ട്. അത് വളർന്നു വരുമ്പോൾ ഒരുപാട് പേർക്ക് തണലായിട്ടുണ്ട്. ആ തണലിന് അവിടെ മുമ്പിൽ ഒരു പുതിയ ദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് 6-7 കൊല്ലമായി. അതിൻ്റെ പേര് ചുടലമാടൻ എന്നാണ്. ഒരു ചുമന്ന തുണിയെടുത്ത് കെട്ടി വൈകുന്നേരം പൂജയുണ്ട്. ഇപ്പോൾ എന്തോ വലിയ ആഘോഷമൊക്കെ നടത്താനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയി വന്നു. ഇതെങ്ങനെയാണ് അവർ വരുന്നത്? ഈ ദേവന്മാരെല്ലാം തന്നെ സാധാരണക്കാരായ, ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട അധ്വാനിക്കുന്നവരായ, ഏതെങ്കിലും പ്രത്യേക തൊഴിലുകൾ ചെയ്യുന്നവരായ ആൾക്കാരുടെ ദേവന്മാരായിരുന്നു. ആ ആൾക്കാരെ മുഴുവൻ ഹിന്ദുവാണെന്ന് പറഞ്ഞവരെ പഠിപ്പിച്ചു. ഹിന്ദുവാണ് എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഹിന്ദുവാക്കി തീർക്കേണ്ടത് ബ്രിട്ടീഷ് ഭരണകർത്താക്കൾക്ക് ആവശ്യമായിരുന്നു. ശത്രുവിനെ, ഒരാളെ നമുക്ക് അടിക്കാനോ ഒരാളെ കൊല്ലാനോ ഒരാളെ പരാജയപ്പെടുത്താനോ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കും. ദുരാരോപണം മുന്നോട്ട് വയ്ക്കും. ധൂർത്ത് എന്ന് പറയും, ഇല്ലെങ്കിൽ അഴിമതി എന്ന് പറയും. അങ്ങനെ പല ദുരാരോപണങ്ങളും വച്ച് ശത്രുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ പഴയ കാലത്ത് മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, അവനാണ് നിങ്ങളുടെ ശത്രു, ഇന്ത്യയുടെ ശത്രു. ഇന്ത്യൻ ജനത ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഹിന്ദുക്കളാണ്. നിങ്ങളുടെ സ്വത്ത് അപഹരിക്കുന്ന മുസ്ലിങ്ങളാണ്, നിങ്ങളുടെ സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്ന ക്രൈസ്തവ സഭകളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ പറഞ്ഞ് കർണേജപം നടത്തി, തലയണ മന്ത്രം നടത്തി അങ്ങനെ ആൾക്കാരെ മാറ്റിയെടുത്തു. പള്ളിക്കൂടത്തിൽ വിദ്യാഭ്യാസത്തിന് പോയ കുട്ടികളൊക്കെ പഠിച്ചത് ഈ ചരിത്രകാരന്മാർ എഴുതി വെച്ച ചരിത്രമാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ ആ ധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് വെള്ളത്തിൽ എണ്ണ കിനിയുന്നത് പോലെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പറ്റി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയാതെ പറയും ഹിന്ദു മുസ്ലിം, അല്ലെങ്കിൽ പറയുന്ന പേരെന്താ, ഞാൻ ഹിന്ദു ആണെന്നല്ലേ പറയുക. ജാതി പരസ്യമായിട്ട് പറയാൻ നമുക്കിപ്പോൾ പേടിയാണ്, നാണമാണ്, അതെന്തോ മോശം കാര്യമായിട്ട് പറയുന്നു. അത് മോശം കാര്യമൊന്നുമല്ല. കാരണം ഇന്നത്തെ ഇപ്പോൾ 2025 ഈ ഏപ്രിൽ മാസത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ജാതി എന്ന് പറയുന്നത് നിയമവിധേയമായ ഒരു സാമൂഹ്യ വിഭജനമാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ 50% സംവരണം കൊടുക്കുന്നത്. അത് വേണ്ടാന്ന് പറയാൻ സമയമായിട്ടില്ല. സംവരണം വേണ്ടാന്ന് പറയാൻ സമയമായിട്ടുണ്ടോ? സാമൂഹ്യനീതി ഉറപ്പാക്കാൻ, കുപ്പത്തൊട്ടി കിടന്നവനെ പിടിച്ചു കയറ്റാൻ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ പറഞ്ഞതുപോലെ ഒരു കൈത്താങ്ങ്, തോട്ടിൽ കിടന്നവൻ, അല്ലെങ്കിൽ മറ്റേ അഴുക്കുചാലി കിടന്നവൻ, എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവൻ, സർക്കാർ ഉത്തരവുണ്ടായിട്ടും പഞ്ചിമയെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പള്ളിക്കൂടത്തിൻ്റെ വരാന്തിലേക്ക് കുട്ടിയെയും പിടിച്ചു കയറിക്കൊണ്ട് അഡ്മിഷൻ എന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടായിരുന്ന ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അയാളുടെ കൂട്ടത്തിലുള്ള അനുയായികളെല്ലാം കുപ്പത്തൊട്ടിയിൽ കിടക്കുകയായിരുന്നു. അവർക്ക് നീതി ഇപ്പോഴും കിട്ടിയിട്ടില്ല, കിട്ടണം. പൊതുനിരത്തിൽ കൂടെ നടക്കാനുള്ള സൗകര്യം തിരുവിതാംകൂർ സർക്കാർ 1865 പ്രഖ്യാപിച്ചതാണ്. എല്ലാ രാജവീഥികളിലൂടെയും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സഞ്ചരിക്കാം. ആ സഞ്ചരിക്കാമെന്നുള്ള അവകാശം കിട്ടിയിട്ട് പോലും വെങ്ങാനൂരിൽ നിന്നും ബാലരാമപുരത്തേക്ക് സഞ്ചരിക്കാൻ അയ്യങ്കാളിക്ക് അനുവാദമുണ്ടായത്. അതുകൊണ്ടാണ് വില്ലുവണ്ടി കെട്ടി അദ്ദേഹം ധൈര്യസമേതം വെല്ലുവിളിച്ചു. 1893 വില്ലുവണ്ടി യാത്ര നടത്തി അദ്ദേഹം ഈ നിയമത്തെ വെല്ലുവിളിച്ചു. എന്തുകൊണ്ട്? അധസ്ഥിതന് അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി. എൻ്റെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ല, അതുകൊണ്ട് ഉച്ചക്കഞ്ഞി കൊടുക്കണം. എൻ്റെ കുട്ടിക്ക് 10ാം ക്ലാസ് വരെ സൗജന്യം അനുവദിക്കണം, ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാൻ എൻ്റെ കുട്ടിയുടെ കയ്യിലില്ല, കൊടുക്കണം.
എൻ്റെ ജനതയ്ക്ക് ഭൂമിയില്ല, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ ഇടം കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് പലരും ഭൂപ്രഭുക്കന്മാരായി തൻ്റെടികളായി പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായി മാറുന്നത്? സ്വന്തമായിട്ട് ഭൂമി ഉള്ളത് കൊണ്ടാണ്. കേരളത്തിലെ പൊലേനും പറയനും ഒക്കെ എന്നെങ്കിലും സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നു. അവർക്ക് ആദ്യമായിട്ട് ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് തിരുവിതാംകൂർ നിയമസഭയിൽ. സർക്കാർ സമ്മതിച്ചു. ഈ വിളപ്പിൽ വില്ലേജിൽ തന്നെ 100 ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ തഹസീൽദാരും പിന്നെ വില്ലേജ് ഓഫീസറും ഒക്കെ നായന്മാരായതുകൊണ്ട് പതിച്ചു കൊടുത്തപ്പോൾ വല്ലവൻ്റെയും പേരിലായിപ്പോയി. പൊലേൻ്റെ പേര് കിട്ടിയില്ല, നായരുടെ പേരിലാണ് കിട്ടിയത്, ഈഴവൻ്റെ പേരിലാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ട് ലാൻഡ് റവന്യൂവിൽ. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത്തരം ആൾക്കാർ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ, മാറിനില്ല എന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട് എങ്കിൽ അവർക്കൊരു കൈത്താങ് ഭരണഘടനാപരമായി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് നിയമവിധേയമായൊരു സാമൂഹ്യ വിചാരമാണ്. ഒരു കാലത്ത് അതില്ലാതാവും. എല്ലാവർക്കും നീതി കിട്ടുമ്പോൾ, എല്ലാവർക്കും ആ സാമൂഹ്യമായ ഉത്തമമായ ഒന്ന് സാമൂഹ്യ സുരക്ഷ കിട്ടുമ്പോൾ, എല്ലാവരും നീതിമാരാണെന്ന് തോന്നുമ്പോൾ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് അനുഭവത്തിൽ വരികയും വേണം. പനയോലയിൽ ശർക്കര എന്ന് എഴുതിയിട്ട് നക്കി നോക്കിയാൽ മധുരിക്കുമെന്ന് പറയുന്ന പഴയകാല സിദ്ധാന്തമല്ല, അത് അനുഭവപ്പെടണം. ആ അനുഭവപ്പെടാൻ കഴിയുന്നത് വരെ നമുക്ക് സാമൂഹിക കിട്ടുമെന്ന് വരില്ല. അതുകൊണ്ട് അത്രയും കാലം കൊടുക്കേണ്ടി വരും, അത്രയും കാലം ജാതി നിലനിൽക്കേണ്ടതായിട്ടും വരുമെന്ന സാഹചര്യത്തിലാണ്. പക്ഷേ ഒരു കാലത്ത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭരണകർത്താക്കളായും ഭൂമിയുടെയും സ്വത്തിൻ്റെയും ഉടമസ്ഥന്മാരായും വന്ന പഴയ ചാതുർവർണ്ണയത്തെക്കുറിച്ചുള്ള സ്വാഗത പ്രസംഗം പറഞ്ഞുവല്ലോ. ആ ചാതുർവർണ്ണയ പ്രകാരമുള്ള ത്രൈവർണികർ, ആദ്യത്തെ 3 കൂട്ടർ, അവർ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ കോടീശ്വരന്മാരും. 2013 ഫോർബ്സ് ഫൗണ്ടേഷൻ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് ആദ്യത്തെ 52 കുത്തക മുതലാളിമാരിൽ 7 പേർ ശതകോടീശ്വരന്മാരാണ്. അതിൽ ഒരാൾ പോലും പിന്നോക്ക ജാതിക്കാരനില്ല. അടുത്തു വരുന്ന 27 പേർ ലക്ഷപ്രഭുക്കളാണ്. അവരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നോക്ക ജാതിക്കാരൻ. അത് ആന്ധ്രാപ്രദേശിലെ ഈ നാട് പത്രത്തിൻ്റെയും സിനിമയുടെയും വ്യവസായികളുടെയും ഗ്രൂപ്പാണ്. അവർ ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ കണക്കനുസരിച്ച് പിന്നോക്ക ജാതി OBC ആണ്. മറ്റെല്ലാവരും തന്നെ സവർണരാണ്. അപ്പോൾ 52 കോടീശ്വരന്മാരിൽ 52 ലക്ഷപ്രഭുക്കന്മാരിൽ ഒരാൾ പോലും, പിന്നെ ഒരാൾ ഒഴികെ മറ്റാരും പിന്നോക്കക്കാരില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇന്ത്യയിലെ സവർണ അല്ലെങ്കിൽ സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും അവകാശികൾ ആരാണ്? ഉടമസ്ഥന്മാരാരാണ്? അത് സവർണതരയാണ്. ആ സവർണരുടെ ത്രൈവർണികരുടെ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടി ഹിന്ദു എന്ന പദപ്രയോഗത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ കേരളീയരെന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലെ ഭൂപ്രഭുത്വം ഇല്ലാതാക്കിയത് 57 കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമാണെന്ന് നിങ്ങൾക്കറിയാം. 1865 തിരുവിതാംകൂർ സർക്കാർ പ്രഖ്യാപിച്ച പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെയാണ് സർക്കാർ വക ഭൂമി കൈവശം വച്ചിരുന്ന പാട്ടക്കുടിയാന് ഭൂമിയിൽ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും കൈമാറ്റാവകാശവും പിന്തുടർച്ചാവകാശവും കൈമാറ്റാവകാശവും കിട്ടുന്നത്. ആ കൈമാറ്റാവകാശം കിട്ടുമെന്ന് വെച്ചാൽ ഭൂമി വിൽപ്പന ചരക്കായി. അങ്ങനെ ഭൂമിയെ വിൽക്കുന്നതിന് പണം വേണം, കൊടുക്കാൻ പണം വേണം. അപ്പം മൂലധനം വേണം. ആ മൂലധനം കേരളത്തിലേക്ക് വരണം. സ്വകാര്യ മൂലധനമുണ്ട്, വിദേശ മൂലധനമുണ്ട്. ആ മൂലധനത്തിന് സ്വൈരസഞ്ചാരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ച 1865 തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു. കാരണം മൂലധനം തനിയെ പോവില്ല, ചുമന്നു കൊണ്ടുപോകാൻ ആൾ വേണം, കാട് വെട്ടിത്തെളിക്കാൻ ആൾ വേണം. 1879 മൂന്നാറിൽ 3000 ഏക്കർ ഭൂമി ഒരു സായിപ്പ് വിലയ്ക്ക് വാങ്ങി കൊടും വനത്തെ വെട്ടി വെളിവാക്കി തേയിലത്തോട്ടം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ എത്രയായിരം തൊഴിലാളികൾ എത്ര വർഷം പണിയെടുക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ തൊഴിലാളിയെ അവിടെ എത്തിക്കേണ്ടത് മുതലാളിയുടെ ആവശ്യം. മുതലാളിയുടെ ആവശ്യപ്രകാരം തൊഴിലാളി റോഡിൽ കൂടി ഇറങ്ങി കിടന്നാൽ ചാട്ടവാറും കൊണ്ട് ആൾക്കാർ പറയും, നിനക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ല, നീ അവർണനാണ്, നീ എവിടെയെങ്കിലും കുപ്പത്തൊട്ടിയിൽ പോയി ഒളിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ അത് മാറ്റിയെടുക്കേണ്ടത് മൂലധനത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ മൂലധനത്തിൻ്റെ ആവശ്യപ്രകാരമാണ് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഉത്തരവ് അതേ വർഷം തന്നെ ഇറക്കേണ്ടി വന്നത്. എന്നിട്ടും പിന്നോക്കക്കാർക്ക് ഗുണം കിട്ടിയില്ല എന്ന കാര്യം ഓർക്കണം. അതൊന്ന്. അതിൻ്റെ തുടർച്ചയായിരുന്നുവല്ലോ അയ്യങ്കാളിയുടെ സമരം. അയ്യങ്കാളിയുടെ സമരം 1893 വീണ്ടും 10-25 കൊല്ലം, 25-7 അല്ലെങ്കിൽ 32-30 കൊല്ലത്തിന് ശേഷമാണ് 924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. 603 ദിവസം നീണ്ടുനിന്ന സമരമാണ്. ആ 603 ദിവസം നീണ്ടുനിന്ന സമരത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണ്? ഞങ്ങൾ സവർണരല്ല, ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങൾ മനുഷ്യരാണ്. അവിടെ മന്നത്ത് പത്മനാഭൻ നടത്തുന്നൊരു പ്രസംഗമുണ്ട്, നിങ്ങളത് വായിക്കണം. മന്നത്തിൻ്റെ അനുയായികളുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സംഘടന അംഗങ്ങളുണ്ടെങ്കിൽ, അദ്ദേഹത്തെ വിമർശിക്കുന്നവരും സ്വീകരിക്കുന്നവരും അല്ലെങ്കിൽ അനുമോദിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. കാലോചിതമായി അതിനെ ചിന്തിക്കേണ്ടതും വായിക്കേണ്ടതും ആവശ്യമായി വന്നിരിക്കുന്നു. 603 ദിവസം കഴിഞ്ഞ് നവംബർ മാസം 23 ആ സമരം അവസാനിക്കുന്നു. 925 27 വൈക്കം ബോട്ട് ജെട്ടിയിൽ ഒരു ഒരു വലിയ ഒരു വിശദീകരണ യോഗം ചേർന്നു. അധ്യക്ഷത വഹിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പെരിയോർ EV രാമസ്വാമി നായ്ക്കരാണ്. മുഖ്യ പ്രഭാഷണം നടത്തിയത് മന്നത്ത് പത്മനാഭൻ.
1 മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടാൽ ഒരുപക്ഷെ വൈക്കം സത്യാഗ്രഹം നടത്തിയതിൻ്റെ ലക്ഷ്യം തെറ്റിപ്പോയോ എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു മന്നത്തിൻ്റെ അവതരണം. എന്താ അദ്ദേഹം പറയുന്നത്? വൈക്കം സത്യാഗ്രഹം നടത്തിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടല്ല. നമ്മൾ പറഞ്ഞതും പ്രചരിപ്പിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണെന്ന്. മന്നം പറയുന്നു, അല്ല, അയിത്തമില്ലാതാക്കാനാണ്. അയിത്തം ഒരു ദുർഭൂതമാണ്. അവൻ തെരുവിലൂടെ സ്വൈരസഞ്ചാരം നടത്തുകയായിരുന്നു. അവനെ അവിടെ നിന്ന് നമ്മൾ ആട്ടി ഓടിച്ചു. അവനിനി തെരുവിലൂടെ നടക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അവൻ ചത്തിട്ടില്ല. അവൻ ചാടി രക്ഷപ്പെട്ട് മതിലുകൾക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്, കോവിലുകൾക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം, അവനെ അവിടെ നിന്നും പുറത്തു ചാടിക്കാം. എടുത്തുചാട്ടം പാടില്ല. വൈക്കം സത്യാഗ്രഹത്തിലതുപോലെ സമാധാനപൂർണ്ണമായി നമുക്ക് അവിടേക്ക് കോവിലുകൾക്കകത്തേക്ക് പ്രവേശിക്കാം എന്നാണ് മന്നം പറയുന്നത്. 6 കൊല്ലം കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? അത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ ക്ഷേത്രത്തിന് നേതൃത്വം കൊടുത്തയാരാ? കേളപ്പനും KPCCയും AK ഗോപാലനും P കൃഷ്ണപിള്ള, അവരൊക്കെ കോൺഗ്രസ്സുകാരാ. അവരൊക്കെ കൂടിയായിരുന്നു. ആ സമരം പരാജയപ്പെട്ടു. പക്ഷേ 936 തിരുവിതാംകൂർ സർക്കാർ ഉടമസ്ഥയിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവേശനം കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി, മുക്തരായി, നമുക്കെല്ലാം പ്രവേശനം കിട്ടിയല്ലോ എന്ന്. അപ്പോൾ മന്നത്തിൻ്റെ പ്രസംഗം നമ്മൾ വീണ്ടും ഓർക്കണം. 925 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ട് തെരുവിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒളിച്ചോ മതിലിനകത്ത് കയറിയിരുന്ന നമ്മുടെ ചെകുത്താൻ, നമ്മുടെ അയിത്തമെന്ന് പറയുന്ന ചെകുത്താൻ ഇപ്പം ചാടിക്കേറി ശ്രീകോവിലിനകത്തായിരിപ്പ്. അവനെ അവിടുന്ന് പുറത്തു ചാടിക്കാൻ നമുക്ക് കഴിഞ്ഞോ? സാധിച്ചില്ല. അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ അവിടെ ഇരുന്നത് കൊണ്ടാണ് ആയിരനാട്ടുകാരൻ ബാലുവിന് ലോലി രാജിവെക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടൽമാണിക്യം സ്ഥലത്തെ സ്ഥാനിമാരെല്ലാം ഹൈക്കോടതി കേസ് കൊടുത്തിരിക്കുന്നത്. സ്ഥാനിമാരെല്ലാം ജാതിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു കളഞ്ഞ ജാതി വിവേചനം വേണ്ട എന്ന് പറഞ്ഞ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനവും വിഭജനവും പാടില്ല എന്ന് പറഞ്ഞ ആ സിദ്ധാന്തത്തെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് അവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സനാതന ധർമ്മചാരികൾ എന്ന പേരിൽ. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനിയും മുസൽമാനും പാഴ്സിയും സിഖുകാരനും അല്ലാത്തവരും ഹിന്ദുവാണെന്ന് പേരുണ്ടാക്കി നമ്മളിൽ ഹിന്ദു ബോധമുണ്ടാക്കാൻ, ഹിന്ദു വംശം, ഹിന്ദു മതമെന്നാരും പറയുന്നില്ല, ഹിന്ദു വംശം, ഹിന്ദു റേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബാലഗംഗാധര തിലകനാണ് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഉത്തമ ശിഷ്യനായിരുന്നു സവർക്കർ. ബാലഗംഗാധര തിലകനെ സ്വീകരിച്ചുകൊണ്ട് സവർക്കർ ഈ പുസ്തകം എഴുതുമ്പോൾ, ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുമ്പോൾ അന്ന് നിലനിരുന്ന ക്ഷേത്രാരാധനയായിട്ട് ബന്ധപ്പെട്ട പലതിനെയും സവർക്കർ നിശിതമായി വിമർശിക്കുന്നുണ്ട്. പശുവിനെ കൊല്ലരുതെന്ന് പറയുന്നതിൽ ന്യായമില്ല എന്ന് പറയുന്നുണ്ട്. പശുവിനെ സംരക്ഷിക്കണം, പാല് കറന്നു കുടിക്കാൻ. കൃഷിക്കാവശ്യമായ ചാണകം കിട്ടാൻ പശുവിനെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിഷ്ണുവിൻ്റെ ദശാവതാര കഥയുണ്ടല്ലോ, ആ ദശാവതാര മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെ അല്ലേ പേര്. ആ വരാഹ അവതാര കൂട്ടത്തിൽ ഒന്നുമില്ലാത്ത ജന്തുവാണ്, ജീവിയാണ് പശു. പക്ഷേ ആ വരാഹ ആ അവതാരമെടുത്ത കൂട്ടത്തിലുള്ള ആമയെയും പന്നിയെയും നമ്മൾ ഇറച്ചിയായി കഴിക്കുന്നു. അവതാര രൂപത്തെ കൊന്ന് ഭക്ഷണമാക്കി കഴിക്കുകയും അവതാര രൂപമല്ലാത്ത പശുവിനെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താണ് യുക്തി? അതാണ് വീര സാവർക്കർ ചോദിക്കുന്നത്. വീര സാവർക്കർ അദ്ദേഹം കിട്ടിയ പേരാണ് അവരിപ്പോൾ പറയുന്നത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കും, അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ക്ഷേത്രാരാധകനല്ല, അദ്ദേഹം ക്ഷേത്രത്തിൽ പോയിട്ടില്ല, ഈശ്വര വിശ്വാസിയാണോ എന്ന് അദ്ദേഹം അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ ആളിൻ്റെ പരാമർശങ്ങളെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നിഷേധിച്ചിട്ടുമില്ല. പക്ഷേ അദ്ദേഹം നെയ്തെടുത്തതാണ് ഹിന്ദു വംശം എന്ന ബോധം 1923 എഴുതുമ്പോൾ. ആ ഹിന്ദു വംശം എന്ന ബോധം സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി. പള്ളിക്കൂടത്ത് ബ്രിട്ടീഷുകാർ പഠിപ്പിച്ച പാഠപുസ്തകങ്ങളൊക്കെ നമുക്കതിന് ഗുണകരമായി തീരുകയും നമ്മളങ്ങനെ ഒരു ഹിന്ദു ബോധത്തിലേക്ക് എത്തുകയും ചെയ്തു. ആ ഹിന്ദു ബോധത്തെ രാഷ്ട്രീയ ബോധമാക്കി മാറ്റിയെടുക്കാനാണ് ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ ദർശനം വരുന്നത്. ആ രാഷ്ട്രീയ ദർശനം ഉപയോഗിക്കുമ്പോൾ അത് ത്രൈവർണികർക്ക് മാത്രമേ ഗുണമുള്ളൂ. തിലകനായിരുന്നാലും സവർക്കറായിരുന്നാലും മഹാരാഷ്ട്രയിലെ ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവരാണ്. തിലകൻ്റെ മരണശേഷം സ്വാഭാവികമായിട്ടും മറ്റൊരു ചിത്പവൻ ബ്രാഹ്മണൻ തന്നെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ കഷ്ടകാലത്തിന് വന്നത് ഒരു പിന്നോക്കക്കാരനായ വൈശ്യനായ മോഹനദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്നു. ഇന്ത്യ മുഴുവൻ അയാളുടെ പിന്നാലെ പോയി. അയാൾ പറയുന്നത് കാതോർക്കാനായിട്ട് ലോകം കാത്തിരുന്നു. നിസ്സഹകരണ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ സ്തംഭിപ്പിച്ചു. സംസ്കൃത ഭാഷയിലൂടെ വേണം വേദവിദ്യാഭ്യാസം എന്ന് പണ്ട് മുതൽ പറഞ്ഞിരുന്നു. വേദാഭ്യാസം ദളിതൻ കേട്ടാൽ, സാധാരണക്കാരൻ കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയ ഊരി ഒഴിക്കണമെന്ന് പഴയ നിയമമാണ്.
അത് ഏതെങ്കിലും നിയമം കാണും, അത് സ്മൃതിയാവാം, സൂത്രങ്ങളോ സ്മാരകങ്ങളോ മറ്റേതെങ്കിലും ആവാം. പക്ഷേ സംസ്കൃതം പഠിക്കാൻ പാടില്ല എന്നും ആ സംസ്കൃതത്തിൻ്റെ സ്ഥാനത്ത് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷിനെ കൊണ്ടുവന്നു, ഇംഗ്ലീഷിനെ പ്രതിഷ്ഠിച്ചു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി, സർവകലാശാല വിദ്യാഭ്യാസം ഇംഗ്ലീഷിലൂടെ ആയി. അപ്പോൾ ഇംഗ്ലീഷിനോട് ആഭിമുഖ്യമുള്ള ആംഗ്ലോഫിൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇംഗ്ലീഷിനോട് ആഭിമുഖ്യമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാൻ സാധിച്ചു. അവരങ്ങനെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ അവരിൽ നിന്നും മാറ്റി ഹിന്ദിയെ ദേശഭാഷയാക്കി, ഹിന്ദിയുടെ പ്രചാരസഭകൾ എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്ന് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഘടകങ്ങളെ രൂപീകരിച്ച് KPCC ഉണ്ടാക്കിയത് മഹാത്മാഗാന്ധിയാണ് 1921 ഒറ്റപ്പാലത്ത് ചേർന്ന സമ്മേളനത്തിൽ. അപ്പോൾ പ്രാദേശിക ഭാഷ നമ്മളിപ്പോൾ പറയേണ്ട ദേശഭാഷ, ദേശീയ ഭാഷയല്ല ദേശഭാഷ. ഓരോ കേരള ദേശത്തിനൊരു ഭാഷ, തമിഴ് ദേശത്തിന് മറ്റൊരു ഭാഷ. ദേശഭാഷയിലൂടെ ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് ആഭിമുഖ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ബ്രിട്ടീഷുകാരുടെ വേഷവിധാനത്തെ സ്വന്തം കുർത്ത ഉടുത്തുകൊണ്ട് അല്ലെങ്കിൽ ധോത്തി ഉടുത്തുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിച്ചതുപോലെ, ബ്രിട്ടീഷുകാരുടെ സ്പൂണും മറ്റൊന്നും വെച്ചുകൊണ്ടുള്ള ആഹാര രീതി അദ്ദേഹം കൈകൊണ്ട് വാരി കഴിച്ചുകൊണ്ട് എങ്ങനെയാണോ വെല്ലുവിളിച്ചത്, അതുപോലെ ഭാഷയെ ഒരു സമരായുധമാക്കിക്കൊണ്ട് ഭാഷയെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് എങ്കിൽ ഭാഷയെ മോചനത്തിൻ്റെ മാർഗമായി ഉപകരണമാക്കി മാറ്റിയെടുക്കാനാണ് മഹാത്മാഗാന്ധി ശ്രമിച്ചത്. അങ്ങനെ ഒരു വൈശ്യൻ്റെ കയ്യിലേക്ക് ഇന്ത്യയുടെ നേതൃത്വം ഇന്ത്യൻ ജനതയുടെ നേതൃത്വം, ഇന്ത്യൻ ജനതയുടെ വിശ്വാസം ആർജിക്കാൻ പോയി. അങ്ങനെയുള്ളൊരു മനുഷ്യനെ വച്ചിരുന്നാൽ ചിത്വ ബ്രാഹ്മണരുടെയും ത്രൈവർണികരുടെയും താല്പര്യം സംരക്ഷിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് 1948 ജനുവരി 30 അദ്ദേഹം നിഗ്രഹിച്ചത്. പക്ഷേ നിഗ്രഹിക്കപ്പെട്ട സംഭവിച്ചത് എന്താണ്? ത്രൈവർണികരും സവർണത്വമാണ് വിജയിച്ചത്, ദളിതനും പിന്നോക്കക്കാരനും അവശനായിപ്പോയി. അവർക്കാർക്കും ഇപ്പോഴും ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടിയിട്ടില്ലല്ലോ. കേരളത്തിൽ മാത്രമല്ലേ നമുക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ജന്മിത്തമില്ലാതായ ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 1960 തന്നെ 57 കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായി 4 കാര്യങ്ങളാണ് സംഭവിച്ചത്. 1, കൈവശക്കാരന് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടി. 2, കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. 3, പരിധിക്കപ്പുറമുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കും, മിച്ചഭൂമിയായി. അങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി 4മതായി ഭൂവിരഹിതർക്ക് വിതരണം ചെയ്യും. ആ ഭൂവിരഹിതർക്ക് ഭൂമി ഏറ്റെടുക്കുകയും ഭൂമി വിതരണം ചെയ്യുന്ന സങ്കല്പം വന്നപ്പോൾ ജന്മിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. വിദ്യാലയങ്ങളുടെ നിയമനം, അധ്യാപകരുടെ നിയമനം PSCക്ക് വിടുമെന്നും അധ്യാപകരുടെ ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കുമെന്നും കേരള വിദ്യാഭ്യാസ നിയമത്തിലൂടെ പ്രഖ്യാപിച്ചോ. മാനേജർമാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ കൂടുതലും ജമ്മിമാരും കൂടിയാണ്. അവർ 2 കൂരം കൂട്ടി നടത്തിയ വിമോചന സമരത്തിൻ്റെ ഫലമായിട്ടാണ് ആ മന്ത്രിസഭയെ പിരിച്ചുവിടേണ്ടി വന്നത്. നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് ഇന്ന് ഭരണഘടനയുടെ ഉദാത്തതയെക്കുറിച്ചും പാർലമെൻറ്റാണ് ഏറ്റവും ശക്തമായ ആയുധമെന്നും ജനഹിതം അവിടെയാണ് ഒരിക്കലും അല്ലെങ്കിൽ സുപ്രീം കോടതിയോ നിയമവ്യവസ്ഥയോ അല്ല എന്നൊക്കെ പറയുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് എന്ത് ന്യായം? ഏത് ഭരണഘടനാ തത്വം? അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു, ഇവിടെ യുദ്ധസന്നാഹം ഉണ്ടായിരുന്നു, പ്രാദേശിക ഭാഷാ വിഭാഗം ഉണ്ടായിരുന്നു, വിഘടനവാദം ഉണ്ടായിരുന്നു. കേരളം സ്വതന്ത്ര രാഷ്ട്രമാവും 59 ആരെങ്കിലും പ്രഖ്യാപിച്ചോ? പിന്നെന്തിന് പാർലമെൻറ്റ് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ആ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു? പാർലമെൻറ്റിൻ്റെയും ഭരണഘടനയുടെയും അടിസ്ഥാന തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട്. അതുകൊണ്ട് എന്തായാലും ലംഘിച്ചു വിട്ടു. പക്ഷേ 1960 പട്ടം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു, ജന്മിക്കരമില്ലാതാക്കി. 1970 അച്യുതമേനോ മുഖ്യമന്ത്രിയായിരുന്നു, മറ്റൊരു നിയമം കൊണ്ടുവന്നു, ജന്മിത്തമില്ലാതാക്കി. മലയാള ഭാഷയ്ക്കൊരു വാക്ക് നഷ്ടപ്പെട്ടു, ജന്മിത്തം എന്നുള്ളത്. ഇന്നും ആരും ആരെയും ജന്മി എന്ന് വിളിക്കാറില്ലല്ലോ. ജന്മിത്തം എന്ന സമ്പ്രദായം ഇപ്പോൾ ഇല്ലല്ലോ. ആ ജന്മിത്തം എന്ന സമ്പ്രദായമില്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ. മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ കേരളത്തിന് സമാനമായ ഭൂപരിഷ്കാരം നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ഏക്കർ ഭൂമി കൈവശം വയ്ക്കുന്ന ഭൂസ്വാമിമാരാണ് അവിടെയുള്ളത്. ആ ഭൂസ്വാമിത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ദളിതനെ തെരുവിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലിക്കൊല്ലും. ആ ദളിതന് പള്ളിക്കൂടത്തിൽ പ്രവേശനം ഉണ്ടാവില്ല. ആ ദളിതന് പള്ളിക്കൂടത്തിൽ മാത്രമേ, സർക്കാർ ആഫീസിൽ പ്രവേശനം ഉണ്ടാവില്ല. പൊതുനിരത്തിൽ കൂടെ നടക്കാൻ അവകാശമുണ്ടാവില്ല. ഈ അവകാശങ്ങളെല്ലാം കേരളത്തിൽ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഭൂപരിഷ്കാരമാണ്. അപ്പോൾ ഭൂപരിഷ്കാരം എന്ന് പറയുന്നത് ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്. ദളിതനെയും പിന്നോക്കക്കാരനെയും കൈപിടിച്ചുയർത്താൻ, അവനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്താൻ, അവൻ ആത്മബോധമുണ്ടാക്കാൻ, സ്വാഭിമാനമുണ്ടാക്കാൻ, സെൽഫ് റെസ്പെക്റ്റ്. അതാണ് പെരിയാർ പറഞ്ഞത്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകാൻ, ആത്മാഭിമാനം ഉണ്ടാകാൻ അത് ആവശ്യമാണ്. അത് കേരളത്തിലെ ദളിതർക്ക് മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ യാചിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും തമ്പുരാൻ്റെ മുമ്പിൽ യാചിച്ച് നിൽക്കുകയാണ്. തമ്പുരാൻ്റെ പാദം തൊട്ട് തൊഴിക്കണം. മേലുദ്യോഗസ്ഥൻ്റെ പാദം തൊട്ട് തൊഴുതിട്ട് വേണം ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കടക്കാൻ. അവിടെ പൂജാ വിഗ്രഹങ്ങൾ ഉണ്ടാവും. അവൻ കൊടുക്കുന്നതിൻ്റെ എച്ചിൽ കഴിക്കേണ്ടതായി വരും. മറ്റേ സർവാണി സദ്യ പോലെ എവിടെയെങ്കിലും നൂണ് കഴിക്കേണ്ടതായി വരും. ദരിദ്രനെ സമ്പന്നനുണ്ടതിൻ്റെ എച്ചിലിലയിൽ ദളിതനെ ഉരുട്ടുന്ന സമ്പ്രദായം കേരളത്തിലുണ്ടോ? മറ്റു പല സംസ്ഥാനങ്ങളിലുമില്ലേ? തെരുവിലൂടെ നടക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ വെച്ച് ചീന്തി കൊല്ലുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയുന്നത് കേരളത്തിൽ മാത്രമാണ്. ആ കേരളത്തെ നശിപ്പിക്കാൻ മറ്റു പല കാരണങ്ങൾ ശ്രമിക്കുന്നതായി നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ
ഈ ഹിന്ദു വംശം എന്ന് പറയുന്നത് അംഗബലമുണ്ടാക്കണം. നേരത്തെ ബ്രിട്ടീഷുകാരുടെ 11 പ്രവിശ്യ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 600-ൽ പരം നാട്ടുരാജ്യങ്ങളും. ഇന്ത്യ വിഭജനത്തിന് ശേഷം 555 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യക്കകത്തുണ്ടായിരുന്നത്. ആ 555 നാട്ടുരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്നതായിരുന്നു. തിരുവിതാംകൂറിലെ ബാലരാമവർമ്മയും, അതുകൊണ്ടാണ് ഈ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം വന്നത്, സ്വതന്ത്ര ഹൈദരാബാദ് വന്നത്, സ്വതന്ത്ര ബിക്കാനീർ വന്നത്, സ്വതന്ത്ര ജോധ്പൂർ വന്നത്, സ്വതന്ത്ര പാട്യാല വന്നത്, ഒക്കെ സ്വതന്ത്ര രാഷ്ട്രങ്ങളാവെന്ന് ആവശ്യപ്പെട്ടവരാണ്. ആ സ്വതന്ത്ര രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ആ നാട്ടുരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു രാജ്യങ്ങളായതുകൊണ്ട് ഈ ഹിന്ദു രാജ്യങ്ങളെ മുഴുവൻ ഐക്യപ്പെടുത്തിക്കൊണ്ടൊരു ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി ഇന്ത്യയെ വിഘടിപ്പിക്കാൻ ശ്രമം അന്ന് ഹിന്ദു മഹാസഭ നടത്തിയിരുന്നു. അതിൻ്റെ നേതാക്കൾ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു. കേരളത്തിൽ വന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ 2 ജാതി സംഘടനകൾ SNDPയെയും NSSനെയും തമ്മിൽ യോജിപ്പിച്ച് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി 1950-ൽ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടി യോജിച്ചു കൊണ്ടു നിന്നു. അവർ തന്നെയാണ് 1959-ലെ വിമോചന സമരം നയിച്ചതെന്ന് ഓർക്കണം. ഈ ആകാശത്ത് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ മാത്രമേ കൊണ്ട് കെട്ടുകയുള്ളൂ എന്ന് മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? അത് ഭൂസ്വാമിമാരെ കയ്യിരുന്ന ഭൂമി എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ വിദ്യാലയങ്ങളുടെ നിയമനം അധ്യാപകർ നേരിട്ട് PSC നിയമിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ 2 കാര്യങ്ങളിൽ നടപ്പിലാക്കിയുള്ള വിദ്വേഷം കൊണ്ടാണ് അവരൊക്കെ ഈ വിമോചനം. പക്ഷേ അവർ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പേരിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 59-ൽ കാർഷിക ബന്ധ നിയമം നടപ്പിലാവുകയും 36 ലക്ഷം പാട്ടക്കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടുകയും ചെയ്തപ്പോൾ അവർ സമ്പന്നരായി. ഭയങ്കര സമ്പന്നന്മാരായില്ല, പക്ഷേ മധ്യവർഗമായി. പഴയ പാട്ടക്കുടിയാൻ്റെ ബോധത്തിൽ നിന്നും അവർ മധ്യവർഗത്തിൻ്റെ ബോധത്തിലേക്ക് വളർന്നു. ആ മധ്യവർഗത്തിനാണ് തോന്നിയത് കുറേ ദേവന്മാരുടെ മേൽക്കൂരയില്ലാതെ ഇരിപ്പുണ്ട്, അവർക്ക് സിമെൻറ്റിൽ നമുക്ക് മേൽക്കൂര ഉണ്ടാക്കി കൊടുക്കാം. ഊരുമൂപ്പന്മാർ ആരാധിച്ചിരുന്ന പഴയ ആരാധനാക്രമങ്ങൾ മാറ്റണം. ആരാധനാക്രമങ്ങൾ മാറ്റി പൂജാരിയായിട്ട് പൂണൂലിട്ട പൂജാരിയെ തന്നെ കൊണ്ടുവരണം. ഒരു ബ്രാഹ്മണനും ആവശ്യപ്പെട്ടിട്ടല്ല പാവയവനെ നിയമിച്ചത്. അവർക്ക് പൂജാരി പണി എന്ന് പറഞ്ഞ ഉപജീവന മാർഗമാണ്. കാശ് കിട്ടി അത്രയുമായി പട്ടിണിയാണ്. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമ്പന്നരാണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയോ മറ്റേതെങ്കിലും വഴിയോ ഉദ്യോഗസ്ഥന്മാരായി തീരണം. അതിനിടയ്ക്ക് ഇടവേള നിലയ്ക്ക് പൂജാരിപ്പണി ചെയ്യാൻ പറ്റുന്നതാണ് ആ പാവങ്ങളായ പട്ടിണിക്കാർ. പക്ഷേ അവരെ തന്നെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ ബ്രാഹ്മണ്യത്തെ പുനഃസ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. പൂണൂലിട്ടവരെ ആട്ടി ഓടിക്കുകയും അന്തർജനത്തെ അടുക്കളയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ആ പഴയ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാർ സംഭവിച്ചത് എന്താണ്? പൂണൂലിട്ടവനെ കൊണ്ടുവന്ന് പൂജാരിയാക്കി വയ്ക്കുകയും ത്രൈവർണികരുടെ സവർണരുടെ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെ പേര് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ആന എഴുന്നള്ളിപ്പ് 2 കരി പാടില്ല എന്ന് ഗുരു പറഞ്ഞതാണ്, ശ്രീനാരായണ ഗുരു. കരിവീരൻ്റെ എഴുന്നള്ളിപ്പും കരിമരുന്ന് പ്രയോഗവും. ഈ 2 എഴുന്നള്ളിക്കുകയും കരിമരുന്ന് പ്രയോഗം ചെയ്ത് സംഭവിക്കുന്ന ആർക്കാ ഗുണം? ആ ഗുണം കിട്ടുന്നത് കരിമരുന്നിൻ്റെ ഉടമസ്ഥന്, കരിമരുന്ന് ഫാക്ടറിക്കാരന്, ആനയുടെ ഉടമസ്ഥന്. പാപ്പാൻ കൂടെ വരുന്നതേ ഉള്ളൂ. പാവം അവനെ തട്ടിയിട്ട് കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം പട്ടണിയായി എന്നുള്ളതേ ഉള്ളൂ. വെടിക്കെട്ട് അപകടത്തിൽ കുറേ പേര് ചത്താൽ പാവം തൊഴിലാളികളാണ് ചാവുന്നത്, മുതലാളി അല്ല ചാകുന്നത്. അയാൾ ചിലപ്പോൾ കേസിൽ പ്രതിയാകുമായിരിക്കാം പിന്നീട്. ഇത് 2 ആചാര വിരുദ്ധമാണ്, കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പ്രഖ്യാപിച്ച ഗുരുവിനെ നിരാകരിച്ചുകൊണ്ടല്ലേ SNDPക്കാരുടെയോ അല്ലെങ്കിൽ അത്തരക്കാരുടെയോ നേതൃത്വത്തിൽ ഉടമസ്ഥയിലുള്ള ദേവാലയങ്ങളിൽ പോലും ഇപ്പോഴും കരിവീരനെ എഴുന്നള്ളിക്കുകയും കരിമരുന്ന് പ്രയോഗവും നടത്തുന്നത്. അതിപ്രാചീന കാലത്ത് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഒക്കെ ബൗദ്ധന്മാരും ജൈനന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് പാവങ്ങളായ അവരെ ആട്ടി ഓടിക്കാൻ വേണ്ടി തെറിപ്പാട്ട് പാടി. ആ തെറിപ്പാട്ട് പാടുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. വേണ്ട എന്ന് പറയാൻ ഇവിടുത്തെ മധ്യവർഗ ബുദ്ധിജീവിക്കോ പ്രബുദ്ധരായ കേരളക്കോ സംസാര സമ്പന്നർക്കോ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞയാഴ്ചയാണ് നമ്മുടെ ആലപ്പുഴ താലൂക്കിലെ ചേർത്തലയിലെ കാർത്യായനി ക്ഷേത്രത്തിൽ പൂരപ്പാട്ട് ഒഴിവാക്കിയത്. പാട്ട് കേട്ടാലറിയാം പൂരപ്പാട്ടത് എന്താ അർത്ഥമെന്ന്. കൊടുങ്ങല്ലൂർ ഒരു ക്ഷേത്രമുണ്ട്, ഭരണിപ്പാട്ടെന്നാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടത്. എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ ചെവിയിൽ അവർ പറഞ്ഞു തന്നു, വേദമന്ത്രം പോലെ ഞടുങ്ങിപ്പോയി. ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്ന അപാരമായ തൊലിക്കെട്ടിയും ശ്രവണശേഷിയും ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പൂരപ്പാട്ട് 1-ാം തരം തെറിപ്പാട്ടാണ്. ഏതാചാരത്തിൻ്റെ പേരിലായിരുന്നാലും മലയാള ഭാഷയിൽ തെറി എന്ന് വിശേഷിപ്പിക്കുന്ന വാക്കിനെ പരസ്യമായി വിളിക്കാൻ പാടുണ്ടോ? ഏതാചാരത്തിൻ്റെ പേരിൽ ഏത് അവിടുത്തെ ദേവത പറഞ്ഞിട്ടാണോ തെറിപ്പാട്ട് കേട്ടാലേ ഞാൻ നിങ്ങളെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കാർത്യായനി ക്ഷേത്രത്തിലെ ദേവി കാർത്യായനി പറഞ്ഞിട്ടുണ്ടോ പൂരപ്പാട്ട് കേട്ടാൽ തെറിപ്പാട്ട് കേട്ടാലേ ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയുള്ളൂ എന്നും? കവിളിൽ കൂടി 6 അടിയോളം നീളമുള്ള ശൂലം കുത്തിക്കയറ്റി ഒരു മുരുകൻ കോവിൽ നിന്നും മറ്റൊരു മുരുകൻ കോവിലേക്ക് പ്രകടനം നടത്തിയാൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും മുരുകൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മുതുകത്തെ കട്ടിമാംസത്തിൽ ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിടുന്നത് പോലെ ആകാശത്തേക്ക് വരുന്ന പറവക്കാവടിക്കാരനോട് പറഞ്ഞിട്ടുണ്ടോ, നീ വിശ്വാസി, നിന്നെ ഞാൻ അനുഗ്രഹിക്കണമെന്ന് നിന്നെ കടാക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അടൂരൊരു ക്ഷേത്രത്തിൽ ഒരു പറവക്കാവടിക്കാരൻ്റെ കയ്യിലേക്ക്, ആകാശത്തേക്ക് ഉയർന്ന പറവക്കാവടിക്കാരൻ്റെ കയ്യിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ വെച്ചു കൊടുത്തു പാവൻ രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും. പിഞ്ചു കുഞ്ഞാണ്. അവൻ്റെ കയ്യിൽ നിന്നും വഴുതി കുഞ്ഞ് താഴെ വീണു.
ഫുട്ബോൾ കളിയിൽ ഗോളിയായിട്ട് നിന്ന് ഏതോ ഉണ്ടായിരുന്നു, അവൻ ചാടിപ്പിടിച്ച് കുഞ്ഞിനെ രക്ഷിച്ചു. അത് കേട്ട ബാലാവകാശ കമ്മീഷൻ ചോദിച്ചത് എന്തുകൊണ്ട് കുഞ്ഞിന് ഒരു സുരക്ഷാ ബെൽറ്റ് കൊടുത്തില്ല എന്നാണ്. എന്തുകൊണ്ടൊരു പുളിവാറ് വാങ്ങിച്ച അച്ഛനമ്മമാരുടെ ചന്തിക്ക് കൊടുത്തില്ല എന്നല്ലേ ചോദിക്കേണ്ടത്. അങ്ങനെ ബാലാവകാശം കമ്മീഷൻ ചോദിച്ചെങ്കിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറുമായിരുന്നില്ലേ. സെമി ജുഡീഷ്യൽ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു നീതിന്യായ വകുപ്പിൻ്റെ ശക്തിയുള്ള ഒരു വ്യക്തി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റം. അതാണ് പ്രബലന്മാരുടെ പലരുടെയും പ്രസ്താവന സാമൂഹ്യ മാറ്റത്തിന് ഇടയാക്കാൻ കാരണം. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അതാവുമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അമ്പലത്തിൽ ഉടുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല നിയമമില്ലേ? ഒറ്റമുണ്ട് ഉടുത്തുകൊണ്ടേ പോകാൻ പാടുള്ളൂ എന്നല്ലേ? ഒറ്റമുണ്ട് ഉടുത്തുകൊണ്ട് മാത്രമേ സ്ത്രീകളടക്കം മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന നിഷ്കർഷയുണ്ടായിരുന്നത് കൊണ്ട് സ്ത്രീകളാരും ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല എന്ന് ഗുരുവായൂർ സത്യഗ്രഹ കാലത്ത് മന്നത്ത് പത്മനാഭയുടെ ആരോ പറഞ്ഞു. പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള തിരുമാങ്കുന്ന് ക്ഷേത്രത്തിലും കോട്ടയ്ക്കൽ ഒരു ക്ഷേത്രത്തിലും സ്ത്രീകൾ പോവില്ല. വിലക്കുള്ളത് കൊണ്ടല്ല, അവർ പോവില്ല. കാരണം ക്ഷേത്രത്തിന് അവർത്ത് പ്രവേശിക്കുമ്പോൾ ഒറ്റമുണ്ടേ ഉടുക്കാൻ പാടുള്ളൂ, നഗ്ന മാരണം പ്രദർശിപ്പിക്കണം. അപ്പോൾ അതറിഞ്ഞ മന്നത്ത് പത്മനാഭൻ്റെ ഒരു ചോദ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ കൂട്ടത്തിലൂടെ എടുത്ത് വായിക്കണം. അദ്ദേഹം ചോദിച്ചത്, ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടെങ്കിൽ മാത്രമേ കടാക്ഷിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ദേവനോട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പറയണം, ഞങ്ങൾ ഈ ദേവനെ ബഹിഷ്കരിക്കുന്നു. നിങ്ങൾ ദേവാലയത്തിന് പുറത്തു നിൽക്കുക, അവിടെ നിന്ന് പറഞ്ഞാലും ദേവൻ കേൾക്കും. കാരണം തൂണിലും തുരുമ്പിലും ഞാരിലും ഞരമ്പിലും ഒക്കെ ദേവൻ ഇരിക്കുകയല്ലേ. എവിടെ നിന്ന് പറഞ്ഞാലും എവിടെ നിന്ന് വിളിച്ചാലും ദേവൻ വിളി കേൾക്കും. നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പോകരുത്. അഭിമാനം പണയം പെടുത്തിക്കൊണ്ട് സംസ്കാരത്തിൻ്റെ സൂചകമായ വസ്ത്രം വലിച്ചെറിഞ്ഞുകൊണ്ട് കയറരുത് എന്ന് മന്നത്ത് പത്മനാഭൻ 1932 പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പിൻഗാമികളായ പുരുഷന്മാർക്ക് ഷർട്ട് ഊരി വെച്ചിട്ട് മാത്രമേ കയറാവെന്നുള്ള ബോധത്തിൽ നിൽക്കുകയാണ്. ബോധം മാറിയിട്ടില്ല. കുപ്പായം ഇട്ടുകൊണ്ട് അകത്ത് കയറാം, ഒരു കുഴപ്പവുമില്ല എന്നിപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. SNDPയുടെ യഥാർത്ഥ ഭാരവാഹി അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സന്ദേശവാഹകനായി തീർന്നത് സച്ചിദാനന്ദ സ്വാമിയാണെന്ന് ഞാൻ പറയും. കാരണം നമുക്കിഷ്ടപ്പെട്ട ദേവനെ കടാക്ഷിക്കാൻ, ഇഷ്ടപ്പെട്ട ദേവനെ ആരാധിക്കാൻ നമുക്കിഷ്ടപ്പെട്ട വേഷത്തിൽ പോകാൻ സാധിക്കണം. കാലോചിതമല്ലാത്ത അഥവാ കാലഹരണപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളെ മാറ്റി നിർത്തണം. ആ കാലാരിഷ്ടപ്പെട്ട അനുഷ്ഠാനങ്ങളെ മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ദളിതനെ അമ്പലത്തിൽ കയറ്റേണ്ടി വരുന്നത്, ദളിതനെ പൂജാരിയാക്കേണ്ടി വരുന്നത്. വേദമന്ത്രങ്ങൾ പഠിച്ചാൽ ദളിതൻ പറഞ്ഞാൽ ദേവൻ ഇണങ്ങില്ല എന്നുണ്ടോ? ആരാ പറഞ്ഞത്? എല്ലാ മതങ്ങളും ആവാമല്ലോ. അങ്ങനെ ആയിത്തീരാൻ പറ്റണം. അപ്പോൾ എല്ലാ ദളിതരെയും പിന്നോക്ക ജാതിക്കാരെയും ഹിന്ദുവായിട്ട് നമ്മുടെ കൂടെ ആൾക്കാർ കാണുന്നില്ല. അവിടെയാണ് ഭരണഘടനയുടെ പ്രസക്തി വരുന്നത്. എല്ലാവരുടെ മുമ്പിലും നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും വരണമെന്നുണ്ടെങ്കിൽ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്ന് പറഞ്ഞുള്ള പ്രസംഗം അവിടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചർച്ച നടക്കുമ്പോൾ അംബേദ്കർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സമ്പത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഉടമസ്ഥത സർക്കാരിനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാവപ്പെട്ടവന് നീതി ലഭിക്കുക? സാമ്പത്തികമായ നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് അവൻ്റെ കയ്യിലെത്തണം. അല്ലെങ്കിൽ സമ്പത്ത് അവൻ്റെ കയ്യിലെത്താൻ രാഷ്ട്രത്തിന് കഴിയണം, സ്റ്റേറ്റിന് കഴിയണം. സ്റ്റേറ്റിൻ്റെ കയ്യിലല്ല ഭൂമിയും വ്യവസായങ്ങളും വരുന്നത് എങ്കിൽ പാവപ്പെട്ടവൻ എങ്ങനെയാണ് നീതി ലഭിക്കുക എന്ന് അംബേദ്കർ പാർലമെൻറ്റിൽ ചോദിച്ചു. പക്ഷേ നടപ്പിലായില്ല. അതിപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ ഉണ്ട്. അപ്പോൾ അംബേദ്കർ പിന്നീട് പറഞ്ഞു, ഉത്തമമായ ഭരണഘടനയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ദേവന്മാരെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകോവിൽ എന്ന സങ്കല്പത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഭരണഘടന ഉണ്ടാക്കിയത്. പക്ഷേ ദേവനെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പേ ചെകുത്താൻ അവിടെ ചാടിക്കയറി ഇരുന്ന് കഴിഞ്ഞു എന്ന് 54 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അദ്ദേഹം രാജ്യസഭയിൽ അംഗമായിരിക്കുമ്പോൾ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ പ്രസംഗിച്ച കാര്യമാണ് പറയുന്നത്. കാരണം ഉത്തമമായൊരു ഭരണഘടനയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്, അതിമനോഹരമാണ്, അതിബൃഹത്താണ്, വിശ്വോത്തരമാണെന്ന് പറഞ്ഞാൽ പോരാ, അത് കൈകാര്യം ചെയ്യുന്നവൻ്റെ നീതിബോധവും പ്രധാനമാണ്. ഭരണഘടന ഉത്തമമായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഭരണഘടന അനുസരിച്ച് നടപ്പിലാക്കുന്ന ഭരണകർത്താക്കൾ രാഷ്ട്രപതി മുതൽ ഏറ്റവും താഴേറ്റത്തെ വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് വരെയും പ്യൂൺ വരെയുള്ളവർക്ക് ആ ഭരണഘടനാ ബോധമുണ്ടാകുമ്പോൾ മാത്രമേ ദളിതനും പിന്നോക്കക്കാരനും അവശന്മാർക്കും ആർത്തന്മാർക്കും ആലംബഹീനന്മാർക്കും ആനുകൂല്യങ്ങളും അർഹതപ്പെട്ടതും കിട്ടുകയുള്ളൂ എന്ന ബോധത്തിലേക്ക് എത്തിക്കേണ്ടത്. ഭാഗ്യവശാൽ കേരളത്തിനത് സാധിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല. കേരളത്തിന് സാധിക്കാൻ കാരണം സ്വാതന്ത്ര്യ സമര കാലത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലത്തോടൊപ്പം തന്നെ വളർന്നു വന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നതാണ് ജാതി വിരുദ്ധമായ കലാപങ്ങൾ. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമാകുമ്പോൾ അത് അതിശക്തമായൊരു പ്രസ്ഥാനമായി മാറുന്നു. ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അഭ്യസ്തവിദ്യരായ ബുദ്ധിജീവികളെ എല്ലാം കൂടി ഇളക്കി മറിച്ചാണ് കേരളത്തെ കൊണ്ടുവന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, എല്ലാ ജാതിക്കകത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജാതീയമായ അനാചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ്
എല്ലാ സംഘടനകളും ഉണ്ടായ സംഘടനകളുടെ പേരെല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ജാതി പേരില്ലാത്ത 3 സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അയ്യാ വൈകുണ്ഠൻ സ്ഥാപിച്ച സമത്വ സമാജം, അതിന്നിപ്പോൾ ഇല്ല, നാമമാത്രമായി. രണ്ടാമത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP, ആരുടേതാണെന്ന് പറയുന്നില്ല. 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുമ്പോൾ അദ്ദേഹം താഴെ എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന്. അങ്ങനെ ഒരു മാതൃകാ സ്ഥാനമാക്കി കേരളത്തെ മാറ്റി നൽകി തിരുവിതാംകൂറിനെങ്കിലും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് 903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കത് ബോധ്യമായില്ല. ജാതിബോധം കൊണ്ടു നടക്കുന്നു. 13 കൊല്ലത്തിന് ശേഷം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു, നമുക്ക് ജാതിയില്ല. 916 ഞാൻ പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. എന്നിട്ടും ചില പ്രത്യേക വർഗ്ഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നതിനാൽ നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയുണ്ടാകാനിടയായിരിക്കുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. 916 എന്നിട്ടും ജനത്തിന് ബോധ്യമാണ്. കൂടെയുള്ളവർക്ക് ബോധ്യം, ജനത്തിനല്ല, കൂടെയുള്ളവർക്ക് ബോധ്യമായില്ല. 917 അദ്ദേഹം ഇന്ത്യ വിട്ടുപോയി, ശ്രീലങ്കയിലേക്ക് പോയി. 917 അവസാനമായപ്പോഴേക്കും വൈസ് പ്രസിഡന്റായിരുന്ന ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കാൻ കൂടുന്ന സ്ഥാപകത്രയം ഗുരുവും പൽപ്പുവും കുമാരനാശാനും. പൽപ്പു രാജിവെക്കുന്നു. 918 തെരഞ്ഞെടുപ്പിൽ കുമാരനാശാനെ പരാജയപ്പെടുത്തുന്നു. ആ പരാജയത്തിൻ്റെ ദുഃഖം ഏറ്റുവാങ്ങി ഹൃദയവേദനയോടെ അദ്ദേഹം എഴുതിയ കവിതയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. പകൽ സമയത്ത് കാക്കയെപ്പോലെ വന്ന് കൊത്തിപ്പറിക്കുകയും രാത്രികാലങ്ങളിൽ കടവാതിലിനെ പോലെ നരിച്ചീറിനെ പോലെ വന്ന് കടിച്ചു കീറുകയും ചെയ്യുന്ന ഈ ദുഷ്ടജന്തുക്കളുടെ ഇടയിൽ ഇതാ ഈ പാവപ്പെട്ട കുയിലിരുന്ന് കുയിലിനെ കാക്ക ഞോടൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ കുയിലിരുന്ന് പാടുകയാണ്. അതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. പക്ഷേ അത് ഈഴവരുടെ സംഘടനയാണെന്ന് പ്രവർത്തകർ തന്നെ കൊണ്ട് തെളിയിച്ചു. മൂന്നാമത്തെ സംഘടന സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി സ്ഥാപിച്ചത്. അതിലും ജാതിപ്പേരില്ല. പക്ഷേ ബാക്കി സംഘടനകളോ NSS ആയാൽ, ക്ഷത്രിയ ക്ഷേമസഭയാൽ, നമ്പൂരി യോഗക്ഷേമ സഭ, വാലൻ സഭ, വേലൻ സഭ എല്ലാം ജാതി അടിസ്ഥാനത്തിലല്ലേ. എന്താ അതിന് കാരണം? അതിന് കാരണം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ടായിരുന്നു. ആ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഓരോ ജാതിക്കകത്തു നിന്ന് അനാചാരങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി സംഘടനകൾ ഉണ്ടാക്കി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ബോധ്യപ്പെടുന്നത്, ഇങ്ങനെ ജാതിക്കകത്ത് നിന്നാൽ പോരാ, ജാതിക്ക് പുറത്തുള്ളൊരു പൊതു ഇടം, പബ്ലിക് സ്ഫിയർ വേണം. ആ പബ്ലിക് സ്ഫിയർ രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാകുന്നത്. 1920 തിരുവിതാംകൂറിൽ കൊല്ലത്ത് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാജനസഭ വരുന്നു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഭാരത മഹാജനസഭ എന്നാണ്. 924 KPCC രൂപീകൃതമായി. അതിനുശേഷം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നടത്തിയിരുന്ന പൊതു ആവശ്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് രാഷ്ട്രീയ പാർട്ടിയാണ്, KPCC ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 924 വൈക്കം സത്യാഗ്രഹം നയിച്ചതാരാ? KPCC ആണ്. ഐത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്നു കേളപ്പനായിരുന്നു. പ്രചാരണ കമ്മിറ്റിയുടെ കൺവീനർ ആരായിരുന്നു? KP കേശവനായിരുന്നു. കൂടെ പ്രവർത്തിച്ചാരാ? TK മാധവനാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. SNDPയുടെയും പ്രവർത്തനം. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്. അപ്പം രാഷ്ട്രീയ പാർട്ടികളാണ് ആ സമരം നയിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാരാ? അതിന് രാഷ്ട്രീയ പാർട്ടികൾ KPCC ആണ്. പിന്നീടോ ഒരുപാട് സമരങ്ങൾ നടത്തിയതും KPCCയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെയാണ്. 1947 കുട്ടംകുളം സമരം, ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കുട്ടംകുളം സമരം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് C. അച്യുതമേനോൻ. അദ്ദേഹത്തിന് നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. പാലിയം സമരം കൊച്ചി സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചത് ആര്യ പള്ളത്തിനെ പോലുള്ള വനിതാ നേതാക്കളൊക്കെ എവിടെയാണ്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനക്കാർ തുടങ്ങി വെച്ചതും കേരളത്തിൻ്റെ ഒരു പൊതു ഇടത്തിനു വേണ്ടിയുള്ള നിർമ്മിതിയുടെ ഫലമായി ഉരുത്തിരിഞ്ഞു കൊണ്ടുവന്ന നവോത്ഥാന മൂല്യങ്ങൾ. എന്താണത്? നവോത്ഥാന മൂല്യങ്ങൾ വിമർശിക്കാനുള്ള ശക്തി, അന്വേഷണ ചിന്ത, വിവേചനത്തിനെതിരായ മനോഭാവം, സമത്വബോധം മുതലായ നവോത്ഥാന മൂല്യങ്ങളെ പ്രചരിപ്പിച്ചതും കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതും രാഷ്ട്രീയ പാർട്ടികളാണ്. സാമൂഹ്യ പരിഷ്കരണ സംഘടനകളുടെ അഥവാ ജാതി സംഘടനകളെ കയ്യിൽ നിന്നും നവോത്ഥാന പ്രസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നു. തുടക്കത്തിൽ കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 47 ഭരണഘടന നിലവിൽ വരുന്നു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് ഉൽപ്പാദിപ്പിച്ച നവോത്ഥാന മൂല്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടികളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് അതിന് മുമ്പത്തെ ഒരു നൂറ്റാണ്ടുകാലമായി നടന്നു വന്ന നവോത്ഥാന മൂല്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയമായ പ്രബുദ്ധതയെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഈ വിമോചന സമരം നടക്കുന്നത്. വിമോചന സമരം നേതൃത്വം കൊടുത്ത ആരാ? ജാതി സംഘടനകളാണ്, മതസംഘടന. ജാതി മതസംഘടനകൾ വീണ്ടും ഒത്തൊരുമിച്ച്
രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാതാക്കുകയും പാവപ്പെട്ടവന് ഭൂമി കിട്ടുന്നതിന് ഇല്ലാതാക്കുകയും പാവപ്പെട്ടവന് സൗജന്യ വിദ്യാഭ്യാസം കിട്ടുന്നതിനെ ഇല്ലാതാക്കുകയും സ്ത്രീജനങ്ങൾക്ക് മര്യാദയ്ക്ക് കൂടി ഇറങ്ങി നടക്കാനുള്ള സൗകര്യം ഇല്ലാതാക്കുന്നതിനും വേണ്ടി പഴയകാല ജാതി മത സംഘടനകളുടെ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് വിമോചന സമരമെന്ന് ഞാൻ പറയും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നവോത്ഥാന മൂല്യങ്ങളെ, കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടുള്ള സമരം പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തടസ്സമുണ്ടാക്കിയത് ജാതി മത സംഘടനകളുടെ ഈ ഐക്യ മുന്നണിയാണ്. അതുകൊണ്ട് നവോത്ഥാനത്തിന് ക്ഷതമേറ്റത്, നവോത്ഥാനത്തിന് മങ്ങലേറ്റത്, നവോത്ഥാനത്തിന് ക്ലാവ് പിടിച്ചത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരാജയപ്പെടുത്താൻ ജാതി മത സംഘടനകൾ പുറത്തു വന്നതുകൊണ്ടാണ്. അതിനുശേഷം ഇന്നേ വരെ രാഷ്ട്രീയ പാർട്ടികൾ ആ ദൗത്യം ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ നവോത്ഥാനം ക്ലാവ് പിടിച്ച നവോത്ഥാനത്തിന് ചാമ്പൽ ഉപയോഗിച്ച് തേച്ചുമിനിക്ക് സ്വർണ്ണത്തിളക്കമുള്ളത് ആക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ദളിതന് ഗുണം കിട്ടൂ. ത്രൈവർണികരും സവർണരും കൂടെ ഭരിക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് ദളിതന്, പിന്നോക്കക്കാരന്, ആദിവാസിക്ക്, ഗോത്രവർഗ്ഗക്കാർക്ക് പ്രയോജനം കിട്ടുക? അവർക്ക് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായ തീരുമാനമുണ്ടാവണം. രാഷ്ട്രീയമായ തീരുമാനമുണ്ടാവണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവണം. ജനാധിപത്യം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണ സംവിധാനത്തിൻ്റെ പേരാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പരിപ്രേക്ഷ്യത്തിൽ, പരിപാടിയിൽ ജാതി ഉന്മൂലനവും സമത്വസുന്ദരമായ ഒരു ഭാരതവും കേരളവും നിർമ്മിക്കുന്ന അജണ്ട ഉണ്ടാവുകയും ക്ലാവ് പിടിച്ചുപോയ നവോത്ഥാന മൂല്യങ്ങളെ ചാരം കെട്ടി മാറ്റിയെടുത്ത് സ്വർണ്ണത്തിളക്കമാക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ആചാരങ്ങളാണല്ലോ നമുക്കിപ്പോൾ തടസ്സം നിൽക്കുന്നത്. ആ ആചാരങ്ങളിലെ ആ എന്ന സ്വരം മാറ്റിക്കഴിഞ്ഞാൽ ചാരമായി പോവും. ആ ചാരമെടുത്ത് നമുക്ക് സ്വർണ്ണത്തിളക്കമുള്ള പുതിയ നവോത്ഥാനത്തെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ കേരളത്തിൻ്റെയും നാളത്തെ ഭാരതത്തിൻ്റെയും ഭാവി എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഈ ഒരു വയോവൃദ്ധൻ്റെ ആഗ്രഹമാണെന്ന് പറയാം, പക്ഷേ ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ട് കേരളത്തിലെ വയോജനങ്ങൾക്കെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാനും. എന്തു ചെയ്യാനും അഗാധമായി ചിന്തിച്ച് മൂർച്ച കൂട്ടി ഉല്ലസിക്കുന്ന ഗുരുക്കളാണ് ആ വെള്ളിത്തലമുടി ഉള്ള കൂട്ടർന്ന് ചങ്ങമ്പുഴ ഏതാണ്ട് 60 കൊല്ലം മുമ്പ് പാടിയത്, അല്ലെങ്കിൽ 70 കൊല്ലം മുമ്പ് പാടിയത് സാർത്ഥകമാകുന്നു. ഇന്നത്തെ യുവാക്കൾക്കില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ മുതിർന്നവർക്കുണ്ട്. ഒരു സംക്രമണ ദശയിൽ കൂടെ കടന്നു വന്നവരാണ്. പട്ടിണിയിൽ നിന്നും പട്ടിണിയില്ലായ്മയിലേക്ക് വന്നവരാണ്. ഫീസ് കൊടുത്ത് പഠിച്ചവരിൽ നിന്നും ഫീസ് കൊടുത്ത് പഠിക്കാത്തൊരു സമൂഹത്തിലേക്ക് വന്നവരാണ്. വീട്ടിലെ പ്രസവത്തിൽ നിന്നും ആശുപത്രി പ്രസവത്തിലേക്ക് മാറ്റിയതാണ്. ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിൽ നിന്നും പിന്നെ പേരുവെട്ടുന്ന സമ്പ്രദായത്തെ മാറ്റിക്കളഞ്ഞ് മുഴുവൻ പേർക്കും 12ാം ക്ലാസ് വരെ സൗജന്യമായി പഠിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. ആ സാക്ഷ്യത്തിൻ്റെ ശക്തി, ആ സാക്ഷ്യത്തിൻ്റെ ബോധ്യം വയോജനങ്ങൾക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യാനും അഗാധമായി ചിന്തിച്ച് മൂർച്ച കൂട്ടിയിരിക്കുന്ന വയോജനങ്ങളും വൃദ്ധജനങ്ങളും യുവാക്കളും സ്ത്രീകളും കുട്ടികളും കർഷകരും കർഷക തൊഴിലാളികളും കൂടെ ചേർന്ന് ക്ലാവ് പിടിച്ചുപോയ നവോത്ഥാനമെന്ന സ്വർണ്ണത്തിളക്കമുള്ള പാത്രത്തെ വീണ്ടും അതേ തിളക്കമുണ്ടാക്കാൻ ആചാരത്തിൻ്റെ ചാരമെടുത്ത് സ്വരം മാറ്റി ആചാരത്തിനെ ചാരമാക്കി മാറ്റിയാൽ നമുക്ക് സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.